What's up guys, Sri here. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. And today we have something special. This is the Vivo X300 Pro. And എൻ്റെ കയ്യിൽ ഞാനിത് കുറച്ച് നാളായിട്ട് വെച്ച് ഉപയോഗിക്കുകയാണ്, ഒരു ലോങ് ടേം റിവ്യൂ പോലെ. ആൻഡ് ദിസ് ഇസ് നോട്ട് എ സ്പെക് ബേസ്ഡ് റിവ്യൂ. സ്പെക്ക് ഒന്നും ഞാൻ ഇവിടെ പറയാനേ പോകുന്നില്ല. എനിക്ക് ഉണ്ടായ അനുഭവങ്ങളും യൂസർ എക്സ്പീരിയൻസും ബാക്കി ഫ്ലാഗ്ഷിപ്പുകൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ സാധനം എങ്ങനെ ഉണ്ട് എന്നുള്ള ഉത്തരമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളൂ, ഭയങ്കര കിടിലൻ ഡിവൈസ് കേട്ടോ. ഒരു നല്ല ഓൾറൗണ്ടർ, നല്ല ബാലൻസ്ഡ്, ഒന്നും പറയില്ലാത്ത സാധനമാണ്. ഈ ഒരു നിങ്ങൾ 1 ലക്ഷം രൂപയ്ക്ക് ഉപരിയൊക്കെ കൊടുക്കുന്ന ഫോണുകളിൽ, എനിക്ക് അത്യാവശ്യം വാല്യൂ ഫോർ മണി എന്ന് തോന്നിയ ഫോണുകളിൽ വിരലിൽ എണ്ണാൻ പറ്റുന്ന ഫോണുകളേ ഉള്ളൂ. അതിനകത്ത് പറഞ്ഞതാണ്. കാരണം ക്യാമറ സെഗ്മെന്റ് ആയിക്കോട്ടെ, പെർഫോമൻസ് ആയിക്കോട്ടെ, ബാറ്ററി ലൈഫ് ആയിക്കോട്ടെ, ഡിസ്പ്ലേ ആയിക്കോട്ടെ, സ്പീക്കർ ക്വാളിറ്റി ആയിക്കോട്ടെ, ഹാപ്റ്റിക്സ് ആയിക്കോട്ടെ, എല്ലാത്തിലും ഒരു മിനിമം ബെഞ്ച് മാർക്ക് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യമേ തന്നെ എനിക്ക് ബിൽഡ് ക്വാളിറ്റി കൺസ്ട്രക്ഷനെ കുറിച്ച് പറഞ്ഞാൽ, ഗൈസ് നല്ല രീതിക്കാട്ടെ അത് ഉണ്ടാക്കിയേക്കണം. അവരുടെ ആർമർ ഗ്ലാസും അലുമിനിയം ഫ്രെയിമും എയർക്രാഫ്റ്റ് ഗ്രേഡ് അത് ചിലവർ പറയുന്നു അല്ല. അത് എന്താണെങ്കിലും നമ്മളെ കേസൊക്കെ ഇട്ട് ഉപയോഗിക്കുകയാണെങ്കിലും അല്ലെങ്കിലും കയ്യിൽ പിടിക്കുമ്പോഴൊക്കെ സൂപ്പർ സോളിഡ് ഫീൽ ആയിട്ടാണ്. സോളിഡ് ഫീൽ എന്ന് പറയുമ്പം നല്ല ഒരു പ്രീമിയം സാധനം, ഒരു ഐഫോണൊക്കെ എടുത്ത് കൈ പിടിക്കുന്ന ആ ഒരു എക്സാക്ട് സെയിം ഫീൽ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ബിൽഡ് ക്വാളിറ്റി കൺസ്ട്രക്ഷനെ കുറിച്ച് നിങ്ങളൊന്നും പേടിക്കണ്ട. ടഫ് ആൻഡ് ഗ്ലാസും അലുമിനിയം റെയിൽസും IP68, 69 പ്രൊട്ടക്ഷനും സർട്ടിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ടായതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഇത് തറയിട്ട് പെട്ടെന്നായിട്ട് പൊട്ടണ കാര്യങ്ങളൊന്നും റെഡിൽ കുറയിൽ വായിച്ചാൽ അത്യാവശ്യം ഡ്യൂറബിൾ ആയിട്ട് തന്നെ ഇവർ ഉണ്ടാക്കിയേക്കുന്നത്. എനിക്കൊന്ന് ആൽഫ ഗ്ലാസോ അങ്ങനെ എന്തോ ഒരു ഗ്ലാസിന്റെ കൊളാബറേഷനൊക്കെ ആയിട്ടാണ് ഈ ആർമർ ഗ്ലാസ് വരുന്നത്. അത് ജർമ്മൻ ടെക്കാണെന്ന് പറയുന്നുണ്ട്, ചിലർ വേറെ എവിടെ നിന്ന് വരുന്ന ടെക്ക. സംഭവം ഇത്ര നിങ്ങൾ അറിഞ്ഞാൽ മതി. അത്യാവശ്യം നല്ല ഡ്യൂറബിൾ ഫോണാണ്. ഫോണിന്റെ ഡ്യൂറബിലിറ്റിനെ കുറിച്ച് കൂടുതൽ പറയുമ്പോൾ എനിക്ക് ഗ്ലാസിനെ കുറിച്ച് പറയാം. ഗ്ലാസിന്റെ അകത്ത് വരുന്ന ഡിസ്പ്ലേ ഒരു രക്ഷയില്ലാത്ത ഡിസ്പ്ലേ. ടോപ്പ് ടിയർ LTPO ആയിക്കോട്ടെ, 4500 പീക്ക് ബ്രൈറ്റ്നസ് ആയിക്കോട്ടെ, PWM ഡിമ്മിങ്ങും, അതേപോലെ തന്നെ HDR, ഡോൾബി വിഷൻ, HDR10+, എന്തൊക്കെ സർട്ടിഫിക്കേഷനും എന്തൊക്കെ ക്ലാരിഫിക്കേഷനും ഒരു ഡിസ്പ്ലേക്കകത്ത് കൊടുക്കാൻ പറ്റും ഇപ്പോഴും അതെല്ലാം ഇവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഡിസ്പ്ലേ, ഉപയോഗിക്കാനും എല്ലാത്തിനകത്തും അടിപൊളി. പിന്നെ വിവോയുടെ കളർ ട്യൂണിങ് ഒക്കെ ഇപ്പോൾ ഭയങ്കര രസമായിട്ട് വരുന്നുണ്ട്. കറക്റ്റ് ഒരു സാംസങ് ലീഗിലേക്കൊക്കെ ഇത് നമുക്ക് സിനിമ കാണാനായിക്കോട്ടെ എല്ലാത്തിനും ഭയങ്കര അടിപൊളിയാണ്. സ്പീക്കർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഗൈസ്, ഞാൻ ഭയങ്കരമായിട്ട് ഗെയിം കളിക്കാത്ത ഒരാളാണ്. പക്ഷേ എന്നാൽ ഞാൻ ഫോണിനകത്ത് സിനിമ കാണുന്ന ഒരാളാണ്. രസമുള്ള സ്പീക്കറാണ്, രസമുള്ള സ്പീക്കറാണ്. ബെസ്റ്റ് സ്പീക്കർ ആണെന്ന് വെച്ചാൽ ഞാൻ ബെസ്റ്റ് സ്പീക്കർ അല്ലാതെ പറയും. പക്ഷേ ബെസ്റ്റിന്റെ കൂടെ തന്നെ പിടിക്കുന്ന ഭയങ്കര ലൗഡായിട്ട് ലവ്സ് വാല്യൂ ഒക്കെ നല്ലോണം ഉള്ളൊരു സ്പീക്കർ കേട്ടോ. എന്നാൽ സ്റ്റീരിയോ സെറ്റപ്പ് ഒക്കെ ഉണ്ടായിട്ട് സെപ്പറേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നു ഡോൾബി വിഷന്റെ സർട്ടിഫിക്കേഷനൊക്കെ ഈ ഫോണിനകത്ത് ഉണ്ട്. അതൊന്നും അവന്മാർ മാർക്കറ്റ് ചെയ്യുന്ന പോലും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. സ്പീക്കറൊക്കെ അത്യാവശ്യം നൈസ് സ്പീക്കർ, ഒന്നും പറയാനില്ല. സ്പീക്കറിന്റെ എക്സ്പീരിയൻസ് എയ്ഡ് ചെയ്യുന്ന നമ്മുടെ ഹാപ്റ്റിക്സ് അല്ല, വൈബ്രേഷൻ മോട്ടറിനെ കുറിച്ച് പറഞ്ഞാൽ ടോപ്പ് ടിയർ, ഫസ്റ്റ് ക്ലാസ് അല്ലെ, S ഗ്രേഡ്, A+ എന്നൊക്കെ പറയുന്നവര്. കാരണം ഇവരവർ കീബോർഡിനകത്തൊക്കെ ഹാപ്റ്റിക്സ് ഇറ്ററേറ്റ് ചെയ്തേക്കണം, ഭയങ്കര രസമാണ്. ഓൾമോസ്റ്റ് ഐഫോൺ ലെവൽ, ഐഫോൺ ലെവൽ എന്നല്ല, ഓൾമോസ്റ്റ്. പക്ഷെ നിങ്ങൾക്ക് ഐഫോൺ സൈഡ് ബൈ സൈഡ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ ആ ഒരു ഹാപ്റ്റിക്സിനകത്തുള്ള വ്യത്യാസം അറിയൂ. അത്രയ്ക്ക് പ്രീമിയം ക്വാളിറ്റി ഹാപ്റ്റിക്സും വൈബ്രേഷൻ മോട്ടറും ലീനിയർ മോട്ടറും ഒക്കെ ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് വൈബ്രേഷൻ്റെ കാര്യത്തിലൊക്കെ ട്രസ്റ്റ് മീ ഗൈസ്, പൊളി സാധനം. ബാറ്ററി ലൈഫ് പെർഫോമൻസ് ഞാൻ സ്പെക്ക് പറയുന്നില്ല ഗൈസ്. നിങ്ങൾക്ക് സ്പെക്ക് ബേസ്ഡ് ആയിട്ട് ഒരു റിവ്യൂ ആണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഓൾറെഡി എന്താ പറയുക, കിടിലം ഇൻഡെപ്ത് റിവ്യൂവും ഫോട്ടോസും ഡ്രൈവും ഗൂഗിൾ ഡ്രൈവും എല്ലാം കൊടുക്കുന്ന സാധനം ഉണ്ട്. അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇപ്പോൾ പോപ്പപ്പ് എവിടെയെങ്കിലും ഒക്കെ ഇട്ടേക്കാം. അത് പോയി കണ്ടിട്ട്, ഇത് എൻ്റെ ഒരു ലോങ് ടേം യൂസർ റിവ്യൂ. ബാറ്ററി ലൈഫ് 6500 mAh മേളിൽ ഉണ്ട് ഗ്ലോബൽ വേരിയന്റിന്. വീണ്ടും സ്പെക്ക് പറയുന്നത് എന്തായാലും സംഭവം എന്ന് വെച്ചാൽ 1.5 day എന്ന് എനിക്ക് പറയാനുള്ളത്. ഒരു 2 day ഫോണെന്ന് ഞാൻ ഒരിക്കലും വിളിക്കില്ല. എൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് യൂസേജ്, എൻ്റെ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ഗെയിമിംഗ് ഒന്നുമില്ല, കുറച്ച് സോഷ്യൽ മീഡിയ, കുറച്ച് ഇൻസ്റ്റഗ്രാം, കുറച്ച് ടെക്സ്റ്റിംഗ്, കുറച്ച് ബ്രൗസിങ്, അങ്ങനത്തെ ഒരു സാധാരണ ഒരു കോർപ്പറേറ്റ് ലൈഫിലൊക്കെ ജീവിക്കുന്ന ഒരാളുടെ ടൈപ്പ് ഓഫ് യൂസേജ് ആണെങ്കിൽ 1.5 ദിവസം നിങ്ങൾക്ക് ബാറ്ററി ലൈഫ് കിട്ടും. അതും ഞാൻ പവർ സേവിംഗ് എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കുന്നതിൽ എപ്പോഴും ഹൈ റിഫ്രഷ് റേറ്റിനകത്ത് ഉപയോഗിക്കുന്ന ഒരു 6 to 7 hours ഒക്കെ സ്ക്രീൻ ഓൺ ടൈം നിങ്ങൾക്ക് പ്രതീക്ഷിക്കുക സിനിമയൊക്കെ കണ്ടിരിക്കുകയാണെങ്കിൽ. ഐ ആം ഹാപ്പി. എനിക്ക് തോന്നുന്നു 90% ആൾക്കാർ ഇത് ബാറ്ററി ലൈഫിൽ ഹാപ്പിയാണ്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ബാറ്ററി ലൈഫ് വേണമെങ്കിൽ നിങ്ങളുടെ സ്ക്രീൻ ഓൺ ടൈം കുറയ്ക്കാനേ ഞാൻ പറയും, ഇല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണടിച്ചു. ഗൈസ്, ബാറ്ററി ലൈഫ് ഒന്നും എനിക്ക് കംപ്ലയിൻറ്റ് ചെയ്യാനൊന്നുമില്ല. എന്നാൽ ബെസ്റ്റ് ഇൻ ദ ക്ലാസ്സിലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബാറ്ററി ഉള്ള ഫോണാണെന്നല്ല, അഡിക്വേറ്റ് അല്ലെ, ആവശ്യത്തിന് അധികം ബാറ്ററി ഇതിനകത്ത് ഇവർ കൊടുത്തിട്ടുണ്ട്. ഐ ആം വെരി ഹാപ്പി. ബാറ്ററിയുടെ ഹീറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പം, ഹീറ്റിംഗ് എൻ്റെ ലോങ് ടേം യൂസേജിനകത്ത് ചെറുതായിട്ട് അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതിൽ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. കാരണം എന്ന് വെച്ചാൽ ഫോൺ ഹീറ്റ് ആവുന്നുണ്ട്. ഒന്നാമത്തെ ഡിമെൻസിറ്റിയുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. വേപ്പർ കൂളിംഗ് ചേമ്പറും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്റ്റെൻസീവ് ആയിട്ട് ക്യാമറയിൽ 4Kയും ഗെയിമൊക്കെ കളിക്കുകയാണെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ചൂടാവും എന്നുള്ളതാണ് സത്യം. പക്ഷെ നിങ്ങളൊരു കേസ് ഒക്കെ ഇട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ അനോയ് ചെയ്യുന്ന രീതിയിലൊന്നും ഒരിക്കലും ചൂടാവുന്നില്ല കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ചൂടാവുന്നുണ്ട്, അല്ലെ വാം ആവുന്നുണ്ട്, പക്ഷെ ആവുന്നുണ്ട്. ഇല്ല എന്ന് പറയുന്ന റിവ്യൂസിൻ്റെ അടുത്തൊക്കെ പറയാനുള്ള
എൻ്റെ ഫോൺ ചൂടാവുന്നുണ്ട്. ഇത് ഭയങ്കര കൂൾ ഫോണൊന്നും അല്ല, അത്യാവശ്യം ചൂടാവുന്നുണ്ട്. പെർഫോമൻസ് ഗെയിമിംഗ് ഡേ ടു ഡേ ലൈഫിന് ഇങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പുട്ടുപോലെ. ഗൈസ് ഇതൊരു 3 നാനോമീറ്റർ ഫാബ്രിക്കേഷനകത്ത് വരുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. സ്നാപ്ഡ്രാഗൻ്റെ ഇപ്പോഴത്തെ ടോപ്പ് ടിയർ പ്രോസസ്സറിൻ്റെ കൂടെ കടപിടിക്കുന്നത്. ഗൈസ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള എന്താ, ഇതിനകത്ത് ഡിമെൻസിറ്റിക്കകത്ത് വരുന്ന GPU ആമാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ആം എന്ന് പറഞ്ഞിട്ട് കമ്പനിയെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അറിയാം, ടോപ്പ് ടിയർ GPU മാനുഫാക്ചറിങ് ആണ്. ജസ്റ്റ് സ്പെക്ക് എനിക്ക് വായിച്ചു നോക്കേണ്ട ആവശ്യം പോലും ഇല്ല, ഞാൻ നോക്കുന്ന പോലും ഇല്ല. പക്ഷെ ഭയങ്കര അടിപൊളി സ്പെക്കാണ്. ഇതിനകത്ത് GPUവിൻ്റെ പേര് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. അത് നിങ്ങൾ ഒന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് ഏത് കമ്പനിയാണെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നോ നോക്കിക്കോ. ആം G1 Ultra. ആം G1 Ultra വേറെ ആർക്കൊക്കെയാ എന്തിനൊക്കെയാണ് GPUs ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് അറിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വേവ് ലെങ്തും മനസ്സിലാവും. കാരണം എനിക്കൊരു കോൺട്രവേഴ്ഷ്യൽ ടേക്ക് ഉണ്ട് ഗൈസ്. ഈ ആം G1 Ultra ആണ് സ്നാപ്ഡ്രാഗനകത്ത് ഇരിക്കുന്നതിനെക്കാട്ടി ചിലപ്പോൾ കിടിലം ഗെയിമിംഗ് ചിപ്സെറ്റ് ആയിട്ട് വരുന്നത്. കാരണം ഇതിൻ്റെ GPU കേപ്പബിലിറ്റീസ് ഓഫ് ദ ചാർട്ട്സ് ആണ്. ആകെ ഇത് ഇച്ചിരി സ്ട്രഗിൾ ചെയ്യണം, ഡിമെൻസിറ്റി ഇതിനകത്ത് സ്ട്രഗിൾ ചെയ്യുന്നത് ഇവരുടെ സിംഗിൾ കോറിലാണ്. സിംഗിൾ കോർ സ്കോറിനകത്ത് ഇവന്മാർ വലുതായിട്ടൊന്നും സ്ട്രഗിൾ ചെയ്യുന്നില്ല. പക്ഷേ 9500 3 ഫാബ്രിക്കേഷനകത്ത് വരുന്നതിൽ സ്നാപ്ഡ്രാഗൻ്റെ കൂടെ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ സിലിക്കൺ വെച്ച് സിംഗിൾ സ്കോർ എന്ന് പറഞ്ഞ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് മേ ബി ഇതിനകത്ത് തോൽപ്പിക്കാൻ പറ്റും. ബാക്കി എൻ്റെ GPU ആണെങ്കിലും എല്ലാം ആണെങ്കിലും ടോപ്പ് ടിയർ, ഗെയിമിങ്ങിനാണെങ്കിലും എല്ലാം കിടിലം സാധനം. ഗെയിമിങ്ങിനാണെങ്കിൽ മറ്റേ ഹൈ റിഫ്രഷ് റേറ്റ്, ടച്ച് സാമ്പിളിങ് കാര്യങ്ങളൊക്കെയാണ്. അത് നിങ്ങൾ യു വിൽ നോട്ടീസ് എക്സ്റ്റെൻസീവ് ആയിട്ട് അത് ഉപയോഗിക്കുമ്പോൾ അത് ഭയങ്കര ഒരു കിടിലം കാര്യമാണ്. പിന്നെ 5 വർഷത്തെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കമ്പനി എടുക്കുന്നുണ്ട്. അത്ര ഞാൻ പറഞ്ഞത്. സോഫ്റ്റ്വെയറിനെ കുറിച്ച് എനിക്ക് എങ്ങനെയുണ്ട് സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ ഗൈസ്, വിവോ ഗ്ലോബൽ OS ആണ് ഇപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അനിമേഷൻസ് ആയിക്കോട്ടെ എല്ലാത്തിനും ഒരു ഗ്ലോബൽ സപ്പോർട്ട്, ഒരു ഇന്ത്യൻ ലോക്കൽ സപ്പോർട്ട് അല്ല അവർക്ക് കിട്ടുന്നത്. അപ്ഡേറ്റ്സ് ആയിക്കോട്ടെ ചറവറ സമയത്തിന് അവർ കൊടുക്കുന്നുണ്ട്. അതേപോലെ ബാക്കപ്പ്, ബഗ്സ് ഒന്നും ഞാൻ ഇതാ കിട്ടിട്ട് പോലും ഇല്ല. എൻ്റെ ഐഫോണിനൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ 10 പോലും ഇതിനൊന്നും ബഗ് വരുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം. ബഗ് ഫിക്സസ് കാര്യങ്ങളൊന്നും ആവശ്യമില്ല. പക്ഷെ എന്നാൽ അവർ ചെറുതായിട്ട് സാംസങ്ങിൻ്റെ നിന്നും ഗൂഗിളിൻ്റെ ഒക്കെ ഇൻസ്പയർഡ് ആയിട്ട് ആ കോർപ്പറേറ്റ് സ്റ്റൈലിംഗ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അത് വളരെ നല്ല കാര്യം. പക്ഷെ കോർ നോക്കുമ്പോൾ ഇപ്പോഴും ഇതിൻ്റെ സ്റ്റൈലിംഗ് ഒരു ചൈനീസ് സോഫ്റ്റ്വെയർ തന്നെയാണെന്നാണ് സത്യം. നിങ്ങൾ യൂസ് ടു ആവും, നിങ്ങൾ ഭയങ്കര പെട്ടെന്ന് യൂസ് ടു ആവും. കുറ്റം പറയാൻ ഒരു ഭാഗവും ഇല്ല. നിങ്ങൾക്ക് AI ഫീച്ചേഴ്സ് ആണെങ്കിലും എല്ലാത്തിലും നിങ്ങൾക്ക് ലോങ് ടേം യൂസേജിനകത്ത് എനിക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ബോർ അടിക്കുന്ന സാധനം ഒന്നുമല്ല. ഇപ്പോൾ ഗാലറിയിലായാലും ഫോട്ടോസിനകത്തായാലും ഇറേസ് ചെയ്യാനും അവിടെ എല്ലാത്തിലും AI ബാക്കപ്പും സപ്പോർട്ടും ഉണ്ട്. അത് ഫാസ്റ്റ് ആയിട്ട് ഈ ഫോട്ടോസ് നടക്കുകയും ചെയ്യും. 5 years ഓഫ് OS അപ്ഡേറ്റ്, എനിക്ക് 6 years ഓഫ് സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതോ ചിലപ്പോൾ അവർ പറയുന്നത് 4 yearsലേക്കൊക്കെ ആകും. പക്ഷേ ഗൈസ് എന്താണല്ലോ ഒരുപാട് സപ്പോർട്ടുള്ള ഒരു നല്ല ഫോണാണ്. ഇനി എലിഫന്റ് എന്ന റൂമിനെ കുറിച്ച് അഡ്രസ്സ് ചെയ്യാം. അതെന്താണെന്ന് വെച്ചാൽ ഈ സാധനം എങ്ങനെയുണ്ട് ക്യാമറയെ കുറിച്ച് ഞാൻ ഘോരം പറയുന്നതിനെക്കാട്ടി നല്ലത്, എൻ്റെ ഒരു കൂട്ടുകാരൻ ഈ ഇടയ്ക്ക് ഈ ഫോണുമായിട്ട് ഹംപിന് ട്രിപ്പ് പോയി. അവൻ ഇത്രയും വർഷമായിട്ട് ഐഫോണിൻ്റെ പ്രോ സീരീസ് ഉപയോഗിക്കുന്ന ഒരു മച്ചാനാണ്. ബ്രോ. സോ ഗൈസ്, ഇവൻ നേരത്തെ പറഞ്ഞ ആ യൂസർ ഇവൻ്റെ ഫ്രണ്ട് അരിയാന. സോ എനിക്കൊന്നും പറയാനില്ല. ഐഫോൺ ഓർ വിവോ ക്യാമറ ബീസ്റ്റ്, ഞാൻ പറയും വിവോ. ഇതാ എൻ്റെ 14 Pro Max ഇത്ര നല്ലൊരു യൂസ് ചെയ്യുക. ബട്ട് സ്റ്റിൽ ലൈക്ക് പണ്ടൊക്കെ ഭയങ്കര ഹൈപ്പായിരുന്നു ഐഫോണിൻ്റെ ക്യാമറ. ഒന്നുമല്ല, ഇക്കാലത്ത് ഐഫോണിൻ്റെ കൂടെ പിടിക്കാൻ പറ്റിയ കിടിലൊരു സാധനം അറിയുന്നുണ്ട്, വിവോ. അത് കണ്ട് എടുത്ത ഒരു സംഭവമാണിത്. അപ്പം അങ്ങനെ റീസെൻ്റ് ആയിട്ട് ഞാൻ മെയിനായിട്ട് ഫോട്ടോഗ്രാഫിയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ബട്ട് എൻ്റെ ഐഫോണിലോട്ട് വന്നപ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി അത് പോയി. ഐഫോൺ മെയിനായിട്ട് വീഡിയോയ്ക്ക് കൊള്ളാം നമുക്ക്, പക്ഷേ ഫോട്ടോയ്ക്ക് കൊള്ളത്തില്ലെന്നല്ല, നോട്ട് അപ് ടു ദ മാർക്ക്, എനിക്ക് പറ്റണില്ല. സോ അങ്ങനെ എടുത്ത ഫോണാണ് ഇപ്പോൾ വിവോ. അപ്പോൾ വിവോ ആയിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടൊരു 3 weeks ലൈക്ക് ആ റേഞ്ച്. അപ്പം അങ്ങനെ എടുത്ത് ഞാനൊരു ഹംപിയിൽ ട്രിപ്പ് പോയിരുന്നു. ട്രൂ പൊട്ടൻഷ്യൽ അപ്പോഴാണ് കണ്ടത്. സംഭവം വെച്ചാൽ ഐഫോണിൻ്റെ അടുത്ത് തോട്ടി കളയാം എന്നുവെച്ചാൽ ഓരോ ഫോട്ടോയും ക്രിസ്പ്നെസ് അത് നമുക്ക് ഇതിൽ കിട്ടും. എന്നുവെച്ചാൽ നമ്മൾ എന്ത് വിചാരിക്കുന്നു അത് നമുക്ക് ഇതിൽ കിട്ടിയിരിക്കും. വിവോ നെവർ ഡിസപ്പോയിൻറ്റ്സ് ഈ കാര്യത്തിൽ. പണ്ടൊക്കെ നമുക്ക് ഭയങ്കര പുച്ഛമല്ലേ ഈ വിവോയിൽ മറ്റേ മറ്റേ ബ്യൂട്ടി ക്യാം പോലത്തെ ക്യാമറയാണ്, വെളുപ്പിച്ചളയും. ഗൈസ് ഇപ്പോഴത്തെ വിവോ എന്ന് വെച്ചാൽ വേറെ റേറ്റ്. എനിക്ക് ആദ്യം ഭയങ്കര ട്രബിൾ ആയിരുന്നു, ലൈക്ക് വിവോ എടുക്കണോ വേണ്ടേ, ഇത്രയും പ്രൈസും ഉണ്ട്. ഈ പ്രൈസിൽ ഒരു ആൻഡ്രോയിഡ് എടുക്കാൻ നമുക്കൊരു മടിയായിരിക്കും. പക്ഷേ ഗൈസ് ഇപ്പോൾ ഐഫോണിൻ്റെ ക്യാമറ വെച്ച് നോക്കുമ്പം ഐ എം വെരി സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ്. എന്ന് വെച്ചാൽ കുറച്ച് ഇമേജസ് ഉണ്ടായിരുന്നു. ലൈക്ക് ഞാൻ ഐഫോൺ ഇതായിട്ട് സൈഡ് ബൈ സൈഡ് നോക്കി, ഐഫോണിൽ കിട്ടത്തില്ല, പക്ഷേ ആ വിവോയിൽ കിട്ടിലുമായിട്ട് കിട്ടും. ഞാൻ മെയിനായിട്ട് ഞാൻ എനിക്ക് വേറെ ഒന്നുമില്ല, ഡെയിലി യൂസ് എനിക്ക് ഐഫോൺ ഉണ്ട്. അപ്പം ഇത് ജസ്റ്റ് ഒരു സൈഡ് ഫോൺസ് മെയിനായിട്ട് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി എടുത്തത്. മാക്രോസ് ആയാലും പോർട്രേറ്റ്സ് എൻ്റെ മോനെ ഗൈസ്. പണ്ടൊക്കെ നമ്മൾ ഐഫോണിൽ എടുക്കുക ഫോട്ടോ ആയിരുന്നു. ഇപ്പോഴത്തെ നമ്മുടെ വിവോൻ്റെ ഒക്കെ പോർട്രേറ്റ്സ് കാണണം ഗൈസ്, കിട്ടില്ല ലൈക്ക് കുറേ ടെമ്പിൾസിൻ്റെ ഫോട്ടോ, പിന്നെ AI മോഡ്സ് എല്ലാം വെച്ച് ലൈക്ക് നമ്മുടെ ഫോട്ടോഗ്രാഫി നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും.
പിന്നെ എല്ലാവരും പറയാം ഐഫോണിന്റെ വീഡിയോ ആണ് ഗ്രേറ്റ്, ശരിയാ ഐഫോണിന്റെ വീഡിയോ തന്നെയാണ് ഗ്രേറ്റ്, ബട്ട് വിവോ കയറി വരുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ഞാൻ എടുത്ത സാധനം ഗൈസ് കിട്ടില്ലതാ. ഇത് ഫോണല്ല, ക്യാമറയിൽ വെറുതെ വിളിക്കാനുള്ള സംഭവം വെച്ച പോലെയാണ്. ലിറ്ററലി നിങ്ങളൊരു ഫോട്ടോ എന്തോസിയാസ്റ്റോ എന്തെങ്കിലാണ്, അല്ലെങ്കിൽ ചുമ്മാ റാൻഡം ഡേ ടു ഡേ ഫോട്ടോസ് എന്തെടുക്കാനായാലും നിങ്ങൾക്ക് ഇത് മതി ശരിക്കും. ബട്ട് ഈ 1 lakh ഇപ്പൊ മിക്ക ഫോണിനുണ്ട്, പ്രീമിയം റേഞ്ചിൽ മിക്ക ഫോൺസിനും ഉണ്ട്, പക്ഷെ എടുക്കുന്നതിന് വേർത്താണ്. ഓക്കെ, അപ്പോൾ എന്തായാലും എൻ്റെ മെയിൻ ആയിട്ടുള്ള ഡേ ടു ഡേ യൂസിനും ഫോട്ടോഗ്രാഫിക്കും വിവോ ഇസ് എ ഗ്രേറ്റ് ഓപ്ഷൻ. ചുമ്മാ ആസ് എ യൂസർ പറയാ, അപ്പം വേണമെങ്കിൽ എടുക്കാം, ബട്ട് നെവർ ഡിസപ്പോയിൻറ്റ്സ്. ലൈക്ക് എൻ്റെ പേഴ്സണലി എൻ്റെ ചേച്ചി സാംസങ് യൂസ് ചെയ്യണം, അപ്പോൾ സാംസങ്ങും ഇറ്റ്സ് ഗുഡ്, ബട്ട് എന്തോ അതിനേക്കാളും ഐ പ്രിഫർ വിവോ ഇപ്പോൾ കയറി വരുന്നുണ്ട്, അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യും. യാ, സോ ഗൈസ്, പയ്യന് പറയാനുള്ളതൊക്കെ നിങ്ങൾ കേട്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. സാധനം ഫോൺ ഇച്ചിരി അന്യായമാണ്, നിങ്ങൾക്ക് ടെൻഷൻ ഒന്നും അടിക്കേണ്ട. ധൈര്യമായിട്ട് ക്യാമറ ഫോൺ വിത്ത് ഫോൺ വിളിക്കുന്ന ഫീച്ചറാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇത് എടുക്കാം. ബാക്കിയുള്ള കാര്യത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും ഭയങ്കര ബാലൻസ്, ബാറ്ററി ലൈഫ് ആയിക്കോട്ടെ, പെർഫോമൻസ് ആയിക്കോട്ടെ, സ്പീക്കേഴ്സ് ആയിക്കോട്ടെ, ഹാപ്റ്റിക്സ് ആയിക്കോട്ടെ, എന്ത് കാര്യത്തിലാണെങ്കിലും ടോപ്പ് ടിയറിൽ ഇവൻ കണ്ടുപിടിക്കാണ്ട്. ഒരു യൂസർ, ലോങ് ടേം യൂസറിന് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ടി വരത്തില്ല. സോ ഗൈസ്, ഇറ്റ്സ് ശ്രീ ഹിയർ. ടോക്ക് ടു ഗൈസ് ലേറ്റർ. S26 വരുന്നുണ്ട്, കൈ കിട്ടിയിട്ടുണ്ട്, അവിടെ ഇരിപ്പുണ്ട്. അവന്മാർ എന്നടാ പണി വെച്ചെടുക്കുന്നത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. സോ ഗൈസ്, ടോക്ക് ടു ഗൈസ് ലേറ്റർ. ലവ് യു.